ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. ചെറിയൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്താത്തയുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. വാപ്പിച്ച് രാവിലെ ഇടിയപ്പമൊക്കെ മേടിച്ചുകൊണ്ട് തന്നു കേട്ടോ. ചിക്കൻ കറി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ വാപ്പിച്ച് ഇടിയപ്പം മേടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. ചായക്കൊന്നും ഉണ്ടാക്കണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് വാപ്പിച്ച് ഇടിയപ്പം മേടിച്ചുകൊണ്ട് വാപ്പിച്ച് ജസ്റ്റ് കട വരെ ഒന്ന് പോണേണ്. ഇപ്പോൾ തന്നെ വരും. നിച്ചുകുട്ടന് പനിയാണ് കേട്ടോ. അപ്പോൾ ആവി പിടിക്കാൻ ആശുപത്രിയിലൊന്ന് കൊണ്ടുപോകണം. അപ്പോൾ വാപ്പിച്ച് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞ്. അപ്പോൾ അതാ പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കണ്ട കേട്ടോ. വാപ്പിച്ച് ഇപ്പോൾ തന്നെ വരും. അപ്പോഴത്തേക്കും ഇനി ഇവർക്ക് ചായ കൊടുത്ത് നിച്ചുകുട്ടനെ റെഡി ആക്കണം കേട്ടോ. ഇനി ഇത് അവർക്ക് ചായ കൊടുക്കാൻ പോവാണേ. ചായ കുടിക്കാം വാ. അപ്പോൾ അതാ രാവിലെ പിള്ളേർക്ക് ഇടിയപ്പം ചിക്കൻ കറിയാണ് കേട്ടോ. ഇപ്പോൾ അവർക്ക് രാവിലെ കൊടുക്കട്ടെ കേട്ടോ. ഇരുന്ന് ചായ കുടിക്കണം കേട്ടോ. ഞാനിപ്പോൾ കുടിക്കല്ല. ഞാനിപ്പോൾ കുറച്ച് നേരമായുള്ളൂ ഞങ്ങൾ എണിച്ചിട്ട്. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുടിക്കുകയുള്ളൂ കേട്ടോ. ഞങ്ങൾ കട്ടൻ ചായ കുടിക്കുകയാണ്. അവരുടെ ഇന്ന് TV കണ്ടോണം കേട്ടോ ചായ കുടിക്കണേ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിന് സൗണ്ട് കുറച്ച് വെച്ചാൽ. അതാ നമുക്കിനി ചായ കുടിക്കാൻ പോകാം. അതാ ഇന്ന് ഇവിടെ വന്നിരുന്നാട്ട് ചായ കുടിക്കുന്നത്. താമസിച്ചാണ് എണിച്ചത്. സ്കൂളിലൊന്നും പോകണ്ടല്ലോ, അതുകൊണ്ട് താമസിച്ച് എണിച്ചത്. ഇനി ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഇരുന്നിട്ടാണ് കേട്ടോ അകത്തേക്ക് പോകുള്ളൂ. ഇവിടെ എല്ലാം കഴിഞ്ഞ് ഞാൻ മിറ്റൊക്കെ അടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി ഇറങ്ങിപ്പോയി മിറ്റടിച്ചു. അല്ലെങ്കിൽ പിള്ളേരും എൻ്റെ ഒപ്പം ഇറങ്ങാൻ നോക്കും. മിറ്റടിച്ച് കഴിഞ്ഞു. പിള്ളേരവിടെ ചായ കുടിച്ച് കഴിഞ്ഞ് TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിച്ചുകൂടെ നല്ല കുട്ടിയായിട്ട് മരുന്നേയും കുടിക്കാണ്ട് കേട്ടോ. ചില സമയത്ത് വാശിയാണ് കേട്ടോ, കുടിക്കുമൊന്നുമില്ല. ഉമ്മ അയച്ചു തരാം, നീ അയക്കാറായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചായ കുടിയിട്ട് വീണ്ടും ഇവിടെ വന്നിരുന്നിട്ടാ. വാപ്പപ്പാനെ നോക്കിയിരിക്കണയാണ്. നിച്ചുകുട്ടന് ആവി പിടിക്കാൻ പോകാൻ വേണ്ടി വാപ്പപ്പ ഇപ്പം തന്നെ വരും. പനിയാണ് നിച്ചുട്ടാ, നല്ല പനി കേട്ടോ. അവനക്ക് അങ്ങനെ പനി വന്നാൽ മാറാൻ ഇങ്ങനെ പാടാണ് കേട്ടോ. പൂച്ച കുഞ്ഞും കയറി തന്നെ ഉണ്ടാവും. തൊടണ്ടാട്ടോ, കസരടിക്ക്. ഇവിടെ വാപ്പിച്ച് തന്നെ ഉണ്ട് കേട്ടോ. വാപ്പപ്പായും പിള്ളേയും പോവാണ് കേട്ടോ. അമ്മ ഇറക്കി വിട്ടോളാം. അപ്പോൾ അവരങ്ങനെ പോയി. കുട്ടൻ ആശുപത്രിയിലേക്കാൻ പോയിട്ടോ. വാപ്പപ്പാടെ കൂടെ ഞാൻ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തിളച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിലേക്ക് വാങ്ങി വെക്കണം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് വേണം, കഞ്ഞി തിളച്ച് കഴിഞ്ഞിട്ട് വേണം കറികൾക്കുള്ള പരിപാടി നോക്കാൻ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോകാൻ കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഉച്ചത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ. ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇനി പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ഉള്ളും മുളകും ഇടിച്ചിട്ട് താളിക്കാനാണ്. പിന്നെ ക്യാരറ്റും ക്യാബേജും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് തോരൻ വയ്ക്കണം. അപ്പോൾ ചീഞ്ചട്ടി ചൂടായി ചീഞ്ചട്ടിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇനി എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ കടുക് പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നപ്പോൾ എൻ്റെ അകത്തേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കണ്ടേ. ഇനി നല്ലോണം ഒന്ന് വാടി വന്നു. മൂത്ത് വന്നാൽ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതായത് നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം. നമുക്ക് അരിഞ്ഞ് വെച്ചാൽ ക്യാരറ്റും ക്യാബേജൊക്കെ ഇട്ട് കൊടുക്കാം.
ഇനി അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്നൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും പോയി തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ട് വരാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്താൽ കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പൈപ്പ് അവിടെ വെന്ത് ഓഫാക്കി കൊടുത്താൽ കേട്ടോ. പൈപ്പ് മൊത്തം തിളച്ച് പുറത്തോടെ പോകും കേട്ടോ. കുക്കറിൽ വെച്ച് വിസിലടിക്കുമ്പോൾ തുടച്ചു കൊടുത്തത് തോത നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തോരൻ്റെ അവിടെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഓഫാക്കി മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ക്യാബേജ് കൊളുത്തി കഴിഞ്ഞ് നമുക്ക് ഇതാച്ച് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അതിനിതാ ചുവന്നുള്ളി, കാന്താരിമുളക്, കറിവേപ്പില, ഇച്ചിരി മുളക് പൊടി ഇട്ട് പിന്നെ ചെമ്മീനും വറുത്തിടുന്നതാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ കഴിഞ്ഞ് മിക്സിയിലേക്ക് വന്നിട്ട് അരച്ചുകൊണ്ട് പറ്റുക കേട്ടോ. അപ്പോൾ അതാ പുളിയുടെ വിട്ട് കയറുന്നുണ്ട്. ഇച്ചിരി പുളിയും ഇച്ചിരി ഉപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. വെച്ച് ഉപ്പോടി ഇട്ട് കൊടുക്കാം. ഞാൻ നല്ലോണം നരച്ചോണ്ട് പറ്റുക കേട്ടോ. അപ്പോൾ അതാ ചമ്മന്തി എല്ലാം അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാപ്പപ്പായ നിച്ചും ആശുപത്രി പോയിട്ട് വന്നു കേട്ടോ. പിടിച്ചാ കരഞ്ഞാ. അപ്പോൾ അതാ ചമ്മന്തി ഇവിടെ അരച്ചു വിടുന്ന വെച്ചാൽ കേട്ടോ. ചെമ്മീൻ ചമ്മന്തി ഇതാ പരിപ്പറി ഇവിടെ താളിച്ച് കൊടുത്തിട്ടുണ്ട്. ചുവന്നുളകും ഉള്ളിയിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഒന്ന് താളിച്ച് കൊടുത്തതാണ് കേട്ടോ. ഒഴുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇച്ചിരി പാത്രം കളയാണ്ടത് പിന്നെ ഒന്ന് അടിച്ച് വരി കളയണം. അത് ആ പിള്ളേരെയൊക്കെ കുളിപ്പിച്ചിട്ട് വേണം കേട്ടോ. ഇതായിരിക്കണം കണ്ടോ, എല്ലാം നിരത്തി പറക്കിയിട്ടേക്കാം കണ്ടോ. രണ്ടെണ്ണം എന്താ അവിടെ ഇരുന്ന് മനോണി. ഇതുങ്ങളൊക്കെ ഒന്ന് കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അലക്കാനുള്ള ഞാൻ മിഷ്യത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ തുണിയൊക്കെ ഒന്ന് വിരിച്ച് തരണം. ഒന്ന് അടിച്ച് വരി കളഞ്ഞിട്ട് ഇനി കുളിക്കാനും കൂടെ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ മോർണിംഗ് റൊട്ടീൻ. പിന്നെ മീനിവിടെ വറുക്കാൻ വെച്ചാണ് വെള്ളത്തിൽ ഇട്ടുണ്ട്. അത് പിന്നെ കഴിക്കാൻ നേരത്ത് വറുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മോർണിംഗ് റൊട്ടീൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും.